ഇവക്കെന്നും ഈ ജാമ്പയ്ക്ക നെല്ലിക്ക ഈ വക ഐറ്റംസേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്നും കൂടെ ഉള്ളൂ കേട്ടോ. ഇന്ന് കുറച്ച് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്, പണ്ട് ഞങ്ങളിതിനെ ആനപ്പുളിഞ്ചി എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. ഇത് അധികം ഞാനങ്ങോട്ട് കഴിച്ചിട്ടില്ല. കാരണം എൻ്റെ വീട്ടിലോ ഞാൻ വേറെ വീടുകളിലൊന്നും അധികം ഇത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് കിട്ടിയിട്ടില്ല. ഞാൻ നെല്ലിക്ക എന്ന് പറിച്ച വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇത് കണ്ടമാനമുണ്ട്. അപ്പം അവിടെ ഞാൻ വരുമ്പോഴെല്ലാം ഞാൻ അവിടെ പോയി ഈ ഒരു സാധനം അങ്ങോട്ട് പറിക്കും. ഇത് പഴുത്തത് അങ്ങോട്ട് തിന്നണം. എന്തൊരു ടേസ്റ്റാണെന്നോ. ഒട്ടും പുളിയില്ല, നല്ല മധുരമായിട്ട് തിന്നാം. ഇതിൽ കുറച്ച് ഉപ്പും മുളകും കൂടി ഇട്ടും ഞാൻ തിന്നുന്നുണ്ട്. അത് അതിനേക്കാളും ഭീകര ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാം കൂടെ തിന്ന് വയറിളവണ്ട എന്ന് അമ്മ അവിടെ നിന്നുകൊണ്ട് ഓരോ കമൻറ്റുകൾ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തിന്നിട്ട് ഒരു കുഴപ്പവും വന്നില്ല കേട്ടോ. സത്യം പറയായിരുന്നു, ഞാൻ ഒരു 3-4 തിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിന് ഉപ്പിലിടാന്ന്. ഞാൻ ഇതുവരെ ഈ ഒരു സാധനം മാത്രം ഉപ്പിലിട്ട് നോക്കിയിട്ടില്ല. അതിൻ്റെ ടേസ്റ്റ് എനിക്കറിയില്ല ഉപ്പിലിട്ടത്. അപ്പോൾ പിന്നെ എന്തായാലും പച്ച എല്ലാം കൂടെ അരിഞ്ഞ്, പഴുത്ത് ഞാൻ കുറേ തിന്നു, പച്ച എല്ലാം കൂടെ അരിഞ്ഞിട്ട് ഉപ്പും കാന്താരി മുളകും കൂടി ഇട്ട് അങ്ങോട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ നെല്ലിക്കാന്ന് ഉപ്പിലിട്ടില്ലേ, അതിൻ്റെ സെയിം വേറൊരു ഉപ്പിൽ തന്നെ ഇട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും നെല്ലിക്ക ഉപ്പ് പിടിച്ച് തുടങ്ങി, ഞാനിവിടെ തിന്നും തുടങ്ങിയിട്ടുണ്ട്. അതിനെ ഞാൻ അന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞില്ലേ, ഇതും ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകും. കാരണം ഇവിടെ ഈ ഉപ്പിലിട്ട ഐറ്റംസ് ഒന്നും പോവില്ല. പോരാത്തതിന് BP ഒക്കെ ഓരോരുത്തർക്കും ഉണ്ടെന്നാലും. അപ്പോൾ എന്തായാലും അതവിടെ നിന്ന് ഉപ്പ് പിടിക്കട്ടെ. ടാറ്റാ.